സൈബൂസ് വിഷൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ചിറയൻകീഴ് ശാരക്കര ദേവീക്ഷേത്രത്തിലെ അവിടുത്തെ ലൈറ്റും സൗണ്ടിൻ്റെ ലൈറ്റ്സ് തന്നെയാണ്. ലൈറ്റിൻ്റെ പക്ഷെ അത് നമ്മൾ മൊത്തം കാണിക്കുന്നില്ല, മൊത്തം നമ്മൾ കാണാൻ പോയിട്ടില്ല. നമ്മൾ പോയ ഭാഗത്തുള്ള കുറേ കാര്യങ്ങൾ അമ്പലത്തിൻ്റെ മുമ്പത്തെ ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്കുള്ള ലൈറ്റാണ്. നമ്മൾ ചെന്ന് കയറുന്ന വഴിയിൽ കാണുന്ന ലൈറ്റാണിത്. നമ്മൾ ഈ ഫോണിൽ കാണുന്ന കണക്കല്ല, കാണാൻ അടിപൊളിയാണ് കേട്ടോ. നേരിട്ട് കാണാൻ അതിമനോഹരമാണ് കേട്ടോ. നമ്മൾ അതെ, കുളത്തിൻ്റെ സൈഡിലുള്ള ഭാഗമാണിത്. അവിടെ സ്റ്റേജ്, നമ്മളിത് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ സൈഡിലാണ് ഈ ലൈറ്റുകളെല്ലാം നമ്മളിപ്പോൾ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് എന്തോ പ്രോഗ്രാം ഉണ്ട്, നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. എല്ലാ തിരക്കൊക്കെ ആയി, ബ്ലോക്കും ഒക്കെ ആയി. അതുകൊണ്ട് നമ്മൾ അധിക സമയം പിന്നെ അവിടെ ഇതാണ് നമ്മുടെ ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രം. അതാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലാണ്. ദീപത്തിൽ കുളിച്ച് നിൽക്കുകയാണല്ലേ, അല്ലേ? ക്ഷേത്രം കാണാൻ സൂപ്പർ അല്ലേ, അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഗേറ്റിൽ കൂടെ നമ്മൾ കയറുമ്പോൾ, ക്ഷേത്രത്തിലോട്ട് കയറുമ്പോഴുള്ള അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. ലൈറ്റ് അവിടുത്തെ നമ്മുടെ ഈ മരങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നിറച്ച് ലൈറ്റ് കിടക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകാറുള്ളത്. ലൈറ്റ് എല്ലാം താന്നാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ദേവിയുടെ ലൈറ്റ്സ് പിന്നെ അല്ലാതെ വിളക്ക്, ഇങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടോ, ലൈറ്റ് കണ്ടോ, മരങ്ങളിലെല്ലാം ലൈറ്റൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോണിൽ കാണുന്നതിനും കൊണ്ട് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ദീപാലങ്കാരങ്ങളൊക്കെ കാണാനായിട്ട്. ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കേട്ടോ ശാർക്കര ദേവി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ്. ചരിത്ര പ്രസിദ്ധമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ ശാർക്കര ദേവി ക്ഷേത്രം, അല്ലേ? പ്രശസ്തമായ കാളിയൂട്ട് ഉത്സവം ആരംഭിച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഒത്തിരി ചരിത്ര ഐതിഹ്യങ്ങൾ ഈ അമ്പലത്തിനുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഐതിഹ്യ കഥകളൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ട ലൈറ്റും നമ്മൾ അവിടെ എടുത്ത വീഡിയോയും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അവിടുത്തെ വ്യാപാര മേളയെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വലുതായിട്ടൊന്നും ഭയങ്കരമായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ആയതുകൊണ്ടൊക്കെ നമുക്ക് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടെടുത്ത വീഡിയോസാണ് കേട്ടോ. കുട്ടികൾക്ക് ഒത്തിരി സന്തോഷമാണല്ലോ ഇതൊരു ലൈറ്റൊക്കെ കാണുന്നതിനായിട്ട്. അപ്പോൾ ഉത്സവങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ തീരാറായി വരുന്നു അല്ലേ? അതെ, ക്ഷേത്രത്തിന് അലങ്കരിച്ചേക്കുന്നത് കാണാനെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഒരു പഴയ മോഡൽ രീതിയിലുള്ള ഒരു ക്ഷേത്രം, അതിനെ ഫുൾ അടിപൊളിയായിട്ട് അലങ്കരിച്ച് നല്ല സൂപ്പറാക്കി നിർത്തിയിട്ടുണ്ട്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് വേറൊരു, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അലങ്കാര രീതിയിൽ തന്നെ അവർ മറ്റേ പാർക്കുണ്ടല്ലോ, പാർക്കിൽ തന്നെ അതിലൊരുപാട് ലൈറ്റ് ഉണ്ട്. അപ്പോൾ പാർക്ക് എല്ലാം കൂടെ ആകുമ്പം ഫുൾ വർണ്ണ വിസ്മയം തന്നെയാണ് അല്ലേ? അടുത്തൊക്കെ ഉള്ളവർ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. 10-ം തീയതി വരെ ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. മേള ലൈറ്റൊക്കെ 10-ം തീയതി വരെ ഉള്ളൂ. പിന്നെ മേളയൊക്കെ ഉണ്ട്. മേള എനിക്ക് തോന്നുന്നു ഇനി 65 ദിവസം, ഒന്നാം ദിവസം മൊത്തം 65 ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ പോകാനുള്ള അടുത്തൊക്കെ ഉള്ളവരൊക്കെ പോകണം കേട്ടോ. നമ്മളെ മീനൂട്ടി നമ്മളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് പോയി. നമ്മൾ ലൈറ്റൊക്കെ കണ്ടു, മേള കണ്ടു. എൻ്റെ മീനൂട്ടീനെ നമ്മൾ എവിടെയാണ് പാർക്കിൽ കയറ്റി. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. നമ്മൾ റോഡിൽ കയറിയല്ലേ കേട്ടോ. നമ്മൾ റോഡിൽ കയറി കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അവിടെയുള്ള ലൈറ്റൊക്കെ കണ്ടിട്ട് റോഡിൽ കയറി. റോഡൊക്കെ ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ബ്ലോക്ക് ആയതുകൊണ്ട് ബ്ലോക്കിൽ നിന്നുകൊണ്ടെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇനി ഇതിൽ കാണുന്ന ലൈറ്റൊക്കെ എന്ന് പറയുന്നത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് എനിക്ക് തോന്നുന്നു അവർ ഇത് സ്പോൺസർ ചെയ്ത ലൈറ്റാണെന്ന് തോന്നുന്നു. അത് വേറെ ലെവൽ. നമ്മളെ വലിയ ശാർക്കര വരെ ഫുള്ള് ഇതേപോലെ നമ്മൾ പന്തലടിച്ചിട്ടൊക്കെയാ കുറേ ദൂരമുണ്ട്. കുറച്ചേ എടുത്തോളൂ കേട്ടോ വീഡിയോ. ഒരുപാട് ലോങ് ആയി പോകുന്നുള്ളതുകൊണ്ട് ഇത്തിരി എടുത്തോളൂ കേട്ടോ. ഇതിനകത്തൂടെ നമ്മളൊരു വീഡിയോ സെൽഫി വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷെ നമ്മൾ ഭയങ്കര ബ്ലോക്കും ആൾക്കാരെ നടന്നു പോകുന്നു. ബ്ലോക്കും കാര്യങ്ങളായിട്ട് ഇറങ്ങി നടക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയ സാഹചര്യം അല്ലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ. നമ്മളൊരു ലൈറ്റിന്റെ അകത്തൂടെ പോകുന്ന ഒരു, അതെ, എന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ നടന്നു പോകുന്നത്. ഇത് ഈ ബ്ലോക്ക് ആയതിട്ട് കൂടെ നമ്മൾ ഇതിലേ വരാൻ കാരണം അതാണ്. ഇത് കാണാൻ വേണ്ടിയാണ് കേട്ടോ. അതെ,
ന്യൂ രാജസ്ഥാൻ മാർബിൾ ആണെന്ന് തോന്നുന്നു ഇത് സ്പോൺസർ ചെയ്യുന്നത്. അവർ തന്നെ അവരുടെ ബോർഡ് ലൈറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് നേരെ വന്ന് വലിയകട ജംഗ്ഷനിൽ ഇപ്പോഴും വന്ന് ഇറങ്ങാറായിട്ടുണ്ട്. വലിയകട ജംഗ്ഷൻ, ഇപ്പോൾ വലിയകട ജംഗ്ഷൻ മുതൽ ശാർക്കര ദേവീക്ഷേത്രം വരെയാണ് അവർ ഈ ലൈറ്റ്, ഈ പന്തൽ ലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതെ അത് വേറെ ലെവൽ തന്നെയാണ് ആ ലൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ വലിയ കട തൊട്ട് അങ്ങോട്ട് ചെയ്യുന്നിരിക്കുന്ന എല്ലാം വേറെ ഓരോ സമിതികൾ അല്ലെങ്കിൽ ഓരോ കടക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെ അവർ പ്രത്യേകം വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അമ്പലത്തിന് ചുറ്റുമുള്ള കടകൾ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട് അല്ലേ, എല്ലാവരും കടയിലും എല്ലാം. ഇത് നമ്മളിതാ വലിയ കട ജംഗ്ഷൻ കഴിഞ്ഞു. ഇതിന് സാധാരണ രീതിയിലുള്ള ലൈറ്റുകൾ, ചെറിയ ലൈറ്റുകൾ കടക്കാരെ ഒക്കെ എല്ലാ കടയിലും അലങ്കാരം അവരും ചെയ്തിട്ടുണ്ട്. അതും കൂടെ ഒക്കെ ആകുമ്പോൾ സൂപ്പർ തന്നെ, കടയിലെ അലങ്കാരവും റോഡ് സൈഡിൽ അടുത്തോട്ട് പോയാലൊക്കെ ലൈറ്റാണ്. നമ്മൾ പിന്നെ രാത്രി ഒരുപാട് ആയിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും പോവാത്തത്. ബ്ലോക്ക് മാറിയതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ കാണുന്നത് കേട്ടോ, ഇങ്ങനെ എടുത്തതുകൊണ്ട് സ്പീഡ് എടുത്തു പോയതുകൊണ്ട് നമ്മളിങ്ങനെ. പിന്നെ നമ്മളത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നൊരു കടയിൽ കയറി. ഒരു കടയിൽ വന്നിട്ട് ചായ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പിന്നെയും യാത്ര തുടർന്നു. അപ്പോഴും ലൈറ്റ് ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ പുളിമൂട് ജംഗ്ഷനാണ്, പുളിമൂട്. പിന്നെ നമ്മൾ എടുത്തില്ല കേട്ടോ, ഫുൾ ഇങ്ങനത്തെ ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കാത്തതാണ്, ഫുള്ള് ലൈറ്റ് ഉണ്ട്, ഒരുപാട് ദൂരം വരെ ഉണ്ട്. ആറ്റിങ്ങൽ മുതൽ ഉരുളൊക്കെ തുടങ്ങുന്ന ആറ്റിങ്ങൽ മുതലാണ്. അപ്പോഴൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത്. നമ്മൾ 10-ാം തീയതി തന്നെ ആറ്റിങ്ങലോട്ട്, 10-ാം തീയതി 9-ാം തീയതി രാത്രി 10-ാം തീയതിയാണ് തീരുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ മുതലാണ് ഉരുൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും ദൂരം ഒന്ന് ആലോചിച്ച് നോക്കണം. മീനും ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. മീൻ കുഞ്ഞിനെ കൊണ്ട് പോക്ക് 15 കിലോമീറ്ററിനകത്തുണ്ട് നമ്മളിവിടെ നിന്ന് അതുവരെ എത്താൻ വേണ്ടി. അപ്പോൾ അത്രയും ദൂരം ഉരുള് നേർച്ച ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ശാർക്കര ദേവീക്ഷേത്രം വരെ എത്തുന്നുണ്ട്. പറയാതിരിക്കാൻ വയ്യ, വേറെ അടിപൊളി തന്നെയായിരുന്നു ലൈറ്റും കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആറ്റിങ്ങലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് എന്താണ് നമ്മുടെ രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ആറ്റിങ്ങൽ ജംഗ്ഷൻ വരെയും നമ്മളിത് കണ്ടതാണ് ലൈറ്റ്. നമുക്കെല്ലാം വീഡിയോ എടുക്കാൻ കഴിയത്തില്ല, പക്ഷേ പറ്റുന്നതെല്ലാം നമ്മൾ കുറേശ്ശെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആറ്റിങ്ങലെത്തി. അങ്ങനെ നമ്മൾ ലൈറ്റ് എല്ലാം കണ്ട് നമ്മൾ നേരെ പുളിമാത്ത് നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.